കുറച്ച് മുമ്പൊക്കെ മുസ്ലിം കുടുംബങ്ങളിലൊക്കെ ഒരു കുടുംബത്തിൽ തന്നെ രണ്ടാക്കോ മൂന്നാക്കോ ഒക്കെ ഒരേ പേരുണ്ടാവുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് ഒരു കുടുംബത്തിൽ ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു, അവന് മുഹമ്മദ് എന്ന് പേരിട്ട്. കുറച്ച് കഴിഞ്ഞ് രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ജനിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ നാലാമതൊക്കെ വരുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് വീണ്ടും പേരിടും മുഹമ്മദ് തന്നെ. അപ്പോൾ ഒരുപക്ഷെ അത് അന്നത്തെ കാലത്ത് പേരുകൾ അത്രയൊന്നും അറിയാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുഹമ്മദ് എന്ന പേര് അത് പ്രവാചകന്റെ പേരാണ്, അതുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു സവിശേഷത അതിനുണ്ട് എന്ന വിശ്വാസത്തിലായിരിക്കാം. അങ്ങനെ മുഹമ്മദ്, ആമിന എന്നൊക്കെയുള്ള പേരുകൾ രണ്ടാക്കോ മൂന്നാക്കോ ഒക്കെ ആവർത്തിച്ചു വരുന്ന ഒരു കുടുംബത്തിൽ തന്നെ ആവർത്തിച്ചു വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അത് തിരിച്ചറിയാൻ അന്നത്തെ കാലത്ത് കണ്ടെത്തിയ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ മുഹമ്മദിന് വല്യഹമ്മദ് എന്ന് വിളിക്കും, പിന്നത്തെ മുഹമ്മദിനെ ചെറിയ അഹമ്മദ് അല്ലെങ്കിൽ നടുവുൽ അഹമ്മദ് എന്നൊക്കെ വിളിക്കും. അങ്ങനെ ഈ ചെറിയ അഹമ്മദ്, വല്യഹമ്മദ്, വല്യാമിന, ചെറിയാമിന ഒക്കെ ഉള്ള ഒരു കാലഘട്ടം കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ ഓർക്കാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, CPIM കേരളത്തിൽ അറിയപ്പെടുന്ന 3 നേതാക്കന്മാര്, കേരളത്തിൽ നിന്നുള്ളതല്ല അഖിലേന്ത്യാ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന നേതാക്കന്മാർ എന്ന് പറയും. കേരളത്തിലുള്ള അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന 3 നേതാക്കന്മാര്, ആ 3 ആളുടെയും പേര് ഒന്നാണ്. ആ പേര് ജയരാജൻ എന്നാണ്. അതിലൊന്ന് P ജയരാജനാണ്, വേറൊന്ന് EP ജയരാജനാണ്, ഇനി ഒന്ന് MV ജയരാജനാണ്. ഇതിൽ ഈ MV ജയരാജൻ കഴിഞ്ഞ ദിവസം ഒരു വർത്താനം പറഞ്ഞു. മാധ്യമം മീഡിയമിലൊക്കെ ജോലി ചെയ്തിരുന്ന ഷൈജുവിനെ ഇപ്പോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു സെക്രട്ടേറിയറ്റ് പോസ്റ്റിലേക്ക് നിയമിച്ചിട്ടുണ്ട്. ഇത് ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഡീലാണ്. ആ ഡീലിന്റെ ഭാഗമായിട്ടാണ് ഷൈജുവിനെ അങ്ങനെ ഒരു നിയമനം കൊടുത്തതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയും UDF തമ്മിൽ അല്ലെങ്കിൽ കോൺഗ്രസും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും രഹസ്യ ഡീൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവർ പരസ്യമായിട്ട് തന്നെ ഒരുമിച്ച് നിന്നതാണോ? സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണം കിട്ടിയിട്ട് P മുജീബ് റഹ്മാൻ അവിടെ വന്നിരുന്നോ? അദ്ദേഹത്തോട് ചാനലുകാർ എന്തെങ്കിലും ചോദിച്ചിരുന്നോ? ചോദിച്ചപ്പോൾ അദ്ദേഹം മറ്റുള്ളവർക്കൊക്കെ ക്ഷണം കിട്ടിയതുപോലെ എനിക്കും ക്ഷണം കിട്ടിയിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നോ? ഇതൊക്കെ നമ്മളുടെ തൊട്ട് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള യൂട്യൂബ് ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ അറിയാവുന്നതാണ്. അതിന് സൈബർ രംഗത്ത് CPM വേറെ ആരും സഹായം വേണ്ടതില്ല. ഇന്ന് കേരളത്തില് സൈബർ രംഗത്ത് എല്ലാ നിലക്കും പ്രഗത്ഭരായി നിൽക്കുന്നത്, എല്ലാ നിലക്കും മുന്നിൽ നിൽക്കുന്നത് CPM ആണ് എന്നുള്ളത് വളരെ ചുവന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അത് നമുക്ക് വിട്ടേക്കാം. ഏതായാലും ഈ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ഒരു സംഗതി പറഞ്ഞത്, ഷൈജു പഴയ SIO കാരനായിരുന്നു. SIO എന്ന് പറഞ്ഞാല് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പണ്ട് ചുമരിൽ എഴുതി വെച്ചവരാണ്, പോസ്റ്റർ ഒട്ടിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ SIOക്കാർ പറഞ്ഞു അങ്ങനെ ഒരു സംഗതി SIO പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞത് SIMI സിമിക്കാരായിരുന്നു അങ്ങനെ പറഞ്ഞത് എന്ന് SIOക്കാർ തിരുത്തി പറഞ്ഞു. അപ്പൊ ഇങ്ങനെ തിരുത്തി പറഞ്ഞപ്പോ വേറൊരു കൂട്ടര് ഇസ്ലാമോഫോബിയയുടെ മറ്റൊരു വശമാണ് ഇത്, SIOക്കാർ ഞങ്ങൾ നല്ല മുസ്ലിങ്ങളാണ്, ഓല് വേറെ ചീത്ത മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കൈ കഴുകി മാറിയിക്കാണ് എന്നൊക്കെ ഒരു കൂട്ടര് ഒച്ചമുടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ SIOക്കാർക്ക് അങ്ങനെ ഞങ്ങൾ നല്ല മുസ്ലിങ്ങളാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. SIOക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കൈവെട്ടിയിട്ടില്ല, ഒരാളെ തലവെട്ടിയിട്ടില്ല, ഒരാളെ ആക്രമിച്ചിട്ടില്ല, ഒരു സ്ഥലത്തും പോയി അതിക്രമം കാണിച്ചിട്ടില്ല. വളരെ വ്യവസ്ഥാപിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് SIO. അതിന്റെ മാതൃപ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അത് അങ്ങനെ തന്നെ കഴിഞ്ഞ കാലത്ത് ഒരിക്കലും തന്നെ നാട്ടിലെ ഐക്യത്തിന്, സമാധാനത്തിന് ഭംഗം വരുത്തുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും അത് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, എന്തിന് സുപ്രീം കോടതി തന്നെ അത് വളരെ കൃത്യമായ ക്ലീൻ ചിറ്റ് കൊടുത്ത് പുറത്തേക്ക് വിട്ട ഒരു ടീമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് SIO. അപ്പൊ SIOക്ക് അങ്ങനെ ഒരു നല്ല മുസ്ലിങ്ങളാവാൻ വേണ്ടിയിട്ട് വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടതില്ല. അതുകൊണ്ട് ഈ പോലെ നല്ല മുസ്ലിങ്ങളാണ് ശ്രമിക്കാൻ, ഞങ്ങളെ മോശമാക്കാന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ഉള്ളോട്ട് ഒന്ന് ചകഞ്ഞു നോക്കി നിങ്ങളുടെ അവസ്ഥ എന്താണ്, നിങ്ങളിപ്പോൾ ചെയ്തു കൊടുക്കേണ്ട പണി എന്താണ്, മുമ്പ് ചെയ്ത പണി എന്തൊക്കെ സ്വന്തം ഒന്ന് ആലോചിച്ചാൽ അത് മനസ്സിലാവും. ഇനി നമുക്ക് വേറൊരു തലത്തേക്ക് പോവാം. SIO ആണ് ഇത് എഴുതിയത് എന്ന് MP ജയരാജൻ പറയുമ്പോൾ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ MP ജയരാജന് വേറെ കുറെ ദൂരത്തേക്കൊന്നും പോകേണ്ടതില്ല. ഈ അടുത്ത കാലത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാല് മനസ്സുറച്ച് നാവുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് കലിമ ചൊല്ലിക്കൊണ്ട് നമ്മളെ പാർട്ടിയിലേക്ക് വന്ന
KT ജലീൽ സാറിനോടും ചോദിച്ചു നോക്കി. അദ്ദേഹം പറഞ്ഞു തരും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന INL ഒരു നേതാവുണ്ട്, അദ്ദേഹത്തോടും ചോദിക്കാം. ഇവരൊക്കെ പണ്ട് സിമിക്കാരായിരുന്നു. ഇനിയിപ്പോ അതൊന്നുമല്ല, ഈ ജലീൽ സാറോ അല്ലെങ്കിൽ നമ്മുടെ INL നേതാവോ ഒന്നും അല്ലെങ്കിലും ഈ സാക്ഷാൽ സിമിയിൽ നിന്ന്, സിമി നിരോധിച്ചു ചിലപ്പോ, അത് നിരോധിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായി വന്ന ഒരു സാധനം NDF, STPI എന്നൊക്കെ പറയുന്ന ആ ഒരു സംഗതി, അതും ഇപ്പോ നമ്മുടെ കൂടെയാണ്. CPM-ന്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവരോട് വേണമെങ്കിലും ഈ സംഗതി ഒന്ന് അന്വേഷിക്കാവുന്നതാണ്. സിമി അവരുടെ ഒരു സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയ ഒരു മുദ്രാവാക്യമായിരുന്നു ഇത് അന്ന് തന്നെ 2 തലത്തിലും ഉള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ആ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവർ കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ മലയാളിയുടെ ഇതിഹാസ കഥാകാരൻ OV വിജയൻ പങ്കെടുക്കുകയും ഇത് അങ്ങനെ ഭീകരമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയൊന്നും അല്ല എന്ന രീതിയിൽ അവിടെ സംസാരിക്കുകയും ആ സംസാരിച്ച സംഗതി പിന്നീട് മാതൃഭൂമി അവരുടെ മാതൃഭൂമി വീക്കിലിയിൽ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്നും ഈ ഒരു വിഷയത്തെ ഭീകരവൽക്കരിച്ചുകൊണ്ട്, പൈശാചികവൽക്കരിച്ചുകൊണ്ട് സംസാരിച്ചത് ഒന്ന് RSS ആയിരുന്നു, മറ്റൊന്ന് CPIM ആയിരുന്നു. അത് അന്നും ഇന്നും ഒക്കെ ഏകദേശം കാര്യങ്ങളുടെ ഒരു കിടപ്പ് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കുന്നത് നല്ലതാണ്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് നിൽക്കുന്ന, പ്രത്യേകിച്ച് അഖിലേന്ത്യാ തലത്തിലൊക്കെ അറിയപ്പെടുന്ന നേതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വളരെ പ്രത്യക്ഷത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, മതസംഘടനകളാവട്ടെ, മറ്റു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാവട്ടെ, ഇതിനെക്കുറിച്ചൊക്കെ ചെറിയ ധാരണ ഉണ്ടാവുന്നത് നല്ലതാണെന്നല്ല, അത് വേണം. ഇനി രണ്ടാമത് ഒരു സംഗതി പറയാനുള്ളത്, ഈ MV ജയരാജൻ ഈ സംഭവം പറഞ്ഞപ്പോ എന്റെ ചാനലിൽ ഒരു കാർഡ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ MV ജയരാജന്റെ ഒരു ഫോട്ടോ തപ്പാണ് ഗൂഗിളിൽ ജയരാജൻ മാത്രം അടിച്ചു നോക്കിയപ്പോൾ ആദ്യം വന്ന് EP ജയരാജൻ സാറിന്റെ ഫോട്ടോ ആണ് വന്നത്. അപ്പോൾ EP ജയരാജൻ അല്ല, അപ്പം പിന്നെ ഒരു കൃത്യമായിട്ട് പറയണല്ലോ. അപ്പോ MV ജയരാജൻ എന്ന് തന്നെ അടിച്ചപ്പം MV ജയരാജൻ സാറിന്റെ ഫോട്ടോ വന്നു. ഞാനത് ഡൗൺലോഡ് ചെയ്ത് കാർഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യാദൃശികമായിട്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് CPM-കാർ ഇങ്ങനെ എൻ്റെ അടുത്തോട് നടന്നു പോവാണ്. അപ്പൊ അവരിങ്ങനെ പോകുന്ന കൂട്ടത്തിൽ തമാശ ഒക്കെ പറഞ്ഞു. അപ്പോ ഒരു കൗതുകത്തിൽ ഞാൻ വെറുതെ അതിലുള്ള ഒരാളോട് ചോദിച്ചു, അല്ല സഖാവേ ഇതാരാ? അപ്പൊ പുള്ളിക്കാരനെ നോക്കിട്ട് ഒറ്റയടിക്ക്, അത് P ജയരാജന്. P ജയരാജൻ അല്ലല്ലോ, ഇത് MV ജയരാജനല്ലേ? അല്ല അത് P ജയരാജനാ എന്നും പറഞ്ഞ് മൂപ്പരെ കൊണ്ട് പോയി. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ, ഇപ്പൊ ഇനി എനിക്ക് തെറ്റിയോ എന്നുവെച്ചാൽ ഇത് സോഷ്യൽ മീഡിയ പോകുന്നതാണ്, അപ്പൊ ആളുകൾ കണ്ടാല് എന്നെ കളിയാക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് ഒരു ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ആ കണ്ട വീഡിയോ ഒന്നുകൂടി എടുത്തു നോക്കിയപ്പോ കറക്റ്റാണ്, അത് MV ജയരാജനാണ്, P ജയരാജൻ അല്ല. അപ്പൊ ഈ ഒരു സംഗതി വീണ്ടും ഇവിടെ പറഞ്ഞ എന്തിനാ വെച്ചാല്, നേരത്തെ പറഞ്ഞല്ലോ SIO ഏതാണ്, സിമി ഏതാണ്, പിന്നെ NDF ഏതാണ്, പോപ്പുലർ ഫ്രണ്ട് ഏതാണ്, STPI ഏതാണ്, ജമാഅത്ത് ഇസ്ലാമി ഏതാണ്, വെൽഫെയർ പാർട്ടി ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികൾ CPM പോലത്തെ ഒരു സംഘടന നേതാക്കന്മാർ അറിയണം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ CPM-ന്റെ അണികൾക്കും അതിലുള്ള വല്യായ്മത ഏതാ ചെറിയായ്മത ഏതാണ് എന്നൊക്കെ ഒന്ന് ഒരു ധാരണ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും എന്ന് സൂചിപ്പിക്കാനാണ്.